വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്, സെർച്ച് ഇൻ കോംപ്ലക്സ് എൻവയോൺമെൻറ്റ്. സോ ഇവിടെ മൊഡ്യൂൾ 3യുടെ സിലബസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൊഡ്യൂളാണ്. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വേഴ്സറിയൽ സെർച്ച് ആണ്. അപ്പോൾ ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം നിങ്ങളോട് ഗെയിം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഒരുപാട് പേര് കളിക്കുമല്ലേ, ഒരാൾ മാത്രമായിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ കളിക്കും. അതൊരു മൾട്ടി ഏജൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ ഗെയിമിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് ഗെയിമെന്ന് എക്സാമിൻ ചെയ്യും. എങ്ങനെയാണ് ആ സൊല്യൂഷനിലോട്ട് അല്ലെങ്കിൽ ഗെയിം വിൻ ചെയ്യേണ്ടതെന്ന് നോക്കും. ഓരോരുത്തരും എടുക്കുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം സ്ട്രാറ്റജികളായിരിക്കും. പിന്നെ എല്ലാവരും പരസ്പരം എഗെയിൻസ്റ്റ് ആയിരിക്കും. കാര്യം എന്താ, ഒരാൾക്ക് മാത്രമേ ഗെയിമിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഐഡിയ എന്താണെന്നുണ്ടല്ലോ. ഇനി നമുക്ക് അഡ്വേഴ്സറിയൽ സെർച്ച് എന്താണെന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെർച്ച് വെയർ വി എക്സാമിൻ ദ പ്രോബ്ലം വിച്ച് അറൈസസ് വെൻ വി ട്രൈ ടു പ്ലാൻ ahead of the world and other agent planning against us. എന്താണ് അത്? അപ്പോൾ അഡ്വേഴ്സറിയൽ സെർച്ച് ആ പേരിൽ തന്നെയുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് സെർച്ചാണ്. വേർ വി എക്സാമിൻ ദ പ്രോബ്ലം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. അതായത് ഒരു ഗെയിമിങ്ങിലായാലും അങ്ങനെയല്ലേ, നമ്മൾ ആദ്യം ഗെയിം എന്താണെന്ന് എക്സാമിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും അല്ലേ, എങ്ങനെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ അതിന് സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പം ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അതർ ഏജൻറ്റ്സ് ആർ പ്ലാനിങ് എഗെയിൻസ്റ്റ് അസ്. നമ്മുടെ കൂടെ കളിക്കുന്നവർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് അഡ്വേഴ്സറിയൽ സെർച്ചിനെ പറ്റി ഈ പാരയിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെർച്ച് വേ വി എക്സാമിൻ ദ പ്രോബ്ലം. അത് ഒരു തരം സെർച്ചാണ്. അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആ പ്രോബ്ലം എന്താണെന്ന് എക്സാമിൻ ചെയ്യുന്നു. വിച്ച് അറൈസസ് വെൻ വി ട്രൈ ടു പ്ലാൻ ഹെഡ് ഓഫ് ദ വേൾഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പുറമേ അതിൽ നിന്ന് ജയിക്കാൻ വിധം പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. ആൻഡ് അതർ ഏജൻറ്റ്സ് പ്ലാനിങ് എഗെയിൻസ്റ്റ് അസ്. ബാക്കിയുള്ളവർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇനി ഇൻ ഗെയിം പ്ലേയിങ് ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ദ സൊല്യൂഷൻ വിത്ത് വൺ ഏജൻറ്റ് മോർ ദാൻ വൺ ഏജൻറ്റ്സ് ആർ ഇവോൾവ്. ഞാൻ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഗെയിമിൽ ഒരു ഏജൻറ്റ് ആയിരിക്കത്തില്ല സൊല്യൂഷൻ സെർച്ച് ചെയ്യുന്നത്, മോർ ദാൻ വൺ ഏജൻറ്റ് ആയിരിക്കും സൊല്യൂഷൻ സെർച്ച് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് മൾട്ടി ഏജൻറ്റ് എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്താ പറയുന്നത്? മൾട്ടി ഏജൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ഈച്ച് ഏജൻറ്റ് ആർ ഒപ്പണൻറ്റ് ടു ഈച്ച് അതർ. ഓരോരുത്തരും എന്താ? പരസ്പരം ഒപ്പണൻറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടീവ് നേച്ചർ അല്ല അല്ലേ, ഒരാൾക്ക് ജയിക്കണമെങ്കിൽ പരസ്പരം ഒപ്പണൻറ്റ് ആയാലേ പറ്റത്തുള്ളൂ. ഈച്ച് ഏജൻറ്റ് ഷുഡ് ക്ലോസ്ലി അനലൈസ് ദ ആക്ഷൻ ഓഫ് അതർ ഏജൻറ്റ്. എന്താണ്? ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു കളിക്കാരൻ മറ്റാൾ എന്ത് ചെയ്യുന്നു എന്ന് ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് പെർഫോം ആക്ഷൻ ബേസ്ഡ് ഓൺ അതേഴ്സ് പെർഫോമൻസ്. അപ്പോൾ അവരുടെ പെർഫോമൻസിൽ ബേസ് ചെയ്തിട്ടായിരിക്കും മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. എന്നാലല്ലേ നമുക്ക് അവരെക്കാളും ജയിക്കാൻ പറ്റത്തുള്ളൂ. സെർച്ചേഴ്സ് ഇൻ വിച്ച് 2 or more പ്ലെയേഴ്സ് വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. എന്താണ് ഈ അഡ്വേഴ്സറിയൽ സെർച്ചിൽ എന്താ? 1, 2 അതിലധികമോ പ്ലെയേഴ്സ് കാണും. കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾസിന് വേണ്ടി പരസ്പരം കോൺഫ്ലിക്റ്റ് ചെയ്യും. ആൻഡ് ട്രൈ ടു എക്സ്പ്ലോർ ദ സെയിം സ്പേസ് ഫോർ ദ സൊല്യൂഷൻ. ആ ഒരു സൊല്യൂഷന് ഒരേ സ്പേസിൽ മീൻസ് ആ ഒരു സൊല്യൂഷനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ആ പ്രോബ്ലത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈസ് കോൾഡ് അഡ്വേഴ്സറിയൽ സെർച്ച്. ഇതിനെയാണ് നമ്മൾ അഡ്വേഴ്സറിയൽ സെർച്ച് എന്ന് പറയുന്നത്. ഓഫൻ നോൺ എസ് ഗെയിം. നമ്മൾ ഗെയിംസ് എന്നും പറയും. അപ്പോൾ അഡ്വേഴ്സറിയൽ സെർച്ച് എന്താണെന്ന് നമ്മൾ എക്സാമിന് എഴുതുന്നതിന് മുന്നേ ഗെയിമിനെ പറ്റി നിങ്ങളുടെ മനസ്സിൽ എന്താ ഒരു സംഭവം വേണം. എന്നാൽ നമുക്ക് അഡ്വേഴ്സറിയൽ സെർച്ച് ഈസി ആയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നതാണ് ടൈപ്സ് ഓഫ് ഗെയിംസ് ഇൻ AI. ഇപ്പോൾ AIയിൽ മെയിൻലി 4 ടൈപ്പ് ഗെയിംസ് ആണുള്ളത്. പെർഫെക്റ്റ് ഇൻഫർമേഷൻ, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, ഡിറ്റർമിനിസ്റ്റിക് ഗെയിം, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിം. അപ്പോൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പെർഫെക്റ്റ് ഇൻഫർമേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ഗെയിം ആയിരിക്കും. നമുക്ക് പേര് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും. ഗെയിമിനെ പറ്റിയുള്ള എല്ലാ ഐഡിയയും നമുക്ക് ഗിവൺ ആയിരിക്കും അല്ലേ. അതാണ് എ ഗെയിം വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഈസ് ദാറ്റ് ഇൻ വിച്ച് ഏജൻറ്റ് ക്യാൻ ലുക്ക് ഇൻഫർമേഷൻ ഇൻ ടു ദ കംപ്ലീറ്റ് ബോർഡ്. അതായത് കളിക്കുന്ന ഏജൻറ്റിൽ ആ കംപ്ലീറ്റ് ബോർഡ് നോക്കിയാൽ മീൻസ് ആ ബോർഡ്, ആ ഗെയിം കളിക്കുന്ന ബോർഡ് നോക്കിയാൽ തന്നെ ഏജൻറ്റിന് എന്ത് മനസ്സിലാവും? ഗെയിമിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും മനസ്സിലാവും. ഏജൻറ്റ് ഹാവ് ഓൾ ഇൻഫർമേഷൻ ഓഫ് ദ ഗെയിം ആൻഡ് ദേ ക്യാൻ സീൻ ഈച്ച് അതർ മൂവ്. എന്താണ്? ഏജൻറ്റിന് ആ ഗെയിമിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻ കിട്ടുകയും ഓരോരുത്തരുടെ മൂവ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും. എക്സാമ്പിൾ ചെസ്സും ചെക്കേഴ്സും. ചെസ് ഗെയിം ഓർത്താൽ മതി, നമുക്ക് പെർഫെക്റ്റ് ഇൻഫർമേഷൻ എഴുതാം. എന്താണ്? എല്ലാ ഏജൻറ്റിനും പരസ്പരം എന്താണ് എല്ലാവരും കളിക്കുന്ന മൂവ്സ് എന്താണെന്ന് മനസ്സിലാവും. ആ ഗെയിമിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആ ബോർഡിൽ ഗിവണും ആയിരിക്കും. അപ്പം പെർഫെക്റ്റ് ഇൻഫർമേഷൻ സിമ്പിൾ അല്ലേ? നമ്മുടെ എക്സാമ്പിൾ ഓർത്താൽ മതി.
ഇനി ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്തായിരിക്കും? ഇഫ് ഇൻ എ ഗെയിം ഏജൻറ് ഡു നോട്ട് ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ഗെയിംസ് സച്ച് ടൈപ്പ് ഓഫ് ഗെയിം ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. എക്സാമ്പിൾ ബാറ്റിൽ ഷിപ്പും ടിക് ടാക് ടോയും. അതായത് ഈ ഗെയിംസിലൊക്കെ ഇപ്പോൾ വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ്, നമ്മൾ വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ടൈമിൽ ഒരാളൊരു ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ എപ്പോൾ വരുന്നു, അല്ലെങ്കിൽ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ എപ്പോൾ വരുന്നു നമുക്ക് നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വീഡിയോ ഗെയിംസൊക്കെ നമ്മൾ കളിക്കത്തില്ലേ, അന്നേരം നമ്മൾ ഓരോ മൂവ് എത്തുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ വരികയും നമ്മൾ അന്നേരം ഒരു ആക്ഷൻ എടുക്കുന്നതും. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗെയിമിൻ്റെ ഇൻഫർമേഷൻസ് അവിടെ എന്തായിരിക്കത്തില്ല, ലൈവായിട്ട് അവൈലബിൾ ആയിരിക്കത്തില്ല അല്ലേ. അങ്ങനെയുള്ളതാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് ഗെയിം. ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് ആർ തോസ് ഗെയിംസ് വിച്ച് ഫോളോസ് എ സ്ട്രിക്റ്റ് പാറ്റേൺ ആൻഡ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ദ ഗെയിംസ്. അതായത് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ ഗെയിംസ് എന്താണ്, ഒരു പാറ്റേൺ കാണും, അല്ലെങ്കിൽ ഒരു റൂൾസ് കാണും. ഇങ്ങനെ നമ്മൾ ആ ഗെയിം കളിക്കാവൂ, ഇങ്ങനെ അതിൽ നമ്മൾ മൂവ് ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യുന്നവരാണ് വിജയിക്കുന്നത് എന്നും പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാറ്റേൺസും ഗെയിംസിന് റൂൾസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് ഗെയിം. എക്സാമ്പിൾ ചെസ്സ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബബിലിറ്റി ബേസ് ചെയ്തും ലക്ക് ബേസ് ചെയ്തും ഒക്കെ കളിക്കത്തില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡൈസൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യത്തില്ലേ, ഇപ്പം നമ്മുടെ ഏണിയും പാമ്പും, അതൊക്കെ ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസിന് എക്സാമ്പിളാണ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗെയിംസ് ആർ തോസ് വിച്ച് ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ ലക്ക് ഓർ ചാൻസസ്. ലക്കിനെയോ ചാൻസിനെയോ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സച്ച് ഗെയിംസ് ആർ കോൾഡ് സ്റ്റോഷ്യാസ്റ്റിക് ഗെയിംസ്. ഇങ്ങനെയുള്ള ഗെയിംസിനെ നമ്മൾ സ്റ്റോഷ്യാസ്റ്റിക് ഗെയിംസ് എന്നും പറയും. നമ്മൾ ടാസ്ക് എൻവയോൺമെൻറ്റ് ടൈപ്പിലെ സ്റ്റോഷ്യാസ്റ്റിക് പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞില്ലേ ലോട്ടറിയുടെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ലക്ക് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ, അത് ഓർത്താൽ മതി. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മോണോപോളി, പിന്നെ ഡൈസ് ഓർ കാർഡ് ഗെയിംസ്, കാർഡ് ഇൻട്രൊഡ്യൂസിങ് ഗെയിംസ്, ഡൈസും കാർഡും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗെയിംസൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ അഡ്വേഴ്സറൽ സെർച്ചിനെ പറ്റി ബേസിക്കായിട്ട് പറയുന്നത്. അഡ്വേഴ്സറൽ സെർച്ച് എന്താണ്, ടൈപ്സ് ഓഫ് ഗെയിംസ് ഇൻ AI.